ഹലോ ഫ്രണ്ട്സ്, നമ്മൾ സാധനങ്ങൾ പ്രൈസ് കേട്ടിട്ടുണ്ട്. അതൊന്ന് തിരിച്ചറിഞ്ഞാൽ മതിയോ? പക്ഷെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതിയോ? ആ തിരിച്ചറിഞ്ഞത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ടാറിട്ട റോട്ടിൽ കൂടെ, അങ്ങനെ പറയണം, ടാറിട്ട റോട്ടിൽ കൂടെ ഒരു 2 വീലർ പോവുക, 40 കിലോമീറ്റർ സ്പീഡിലാണ് പോകണം. അങ്ങനെ ആ വഴി ഒരു മെയിൻ റോട്ടിൽ എത്തിച്ചേർന്നു. മെയിൻ റോട്ടിൽ ഇയാൾ വലത്തോട്ട് തിരിഞ്ഞു പോയി. 1 കിലോമീറ്റർ പോയപ്പോൾ ഒരു ബോർഡ്, മാക്സിമം സ്പീഡ് 30 കിലോമീറ്റർ ഫോർ 2 വീലേഴ്സ് ഫോർ നെക്സ്റ്റ് 3 കിലോമീറ്റേഴ്സ്. അപ്പോൾ അത് വായിച്ചു, അവന് തിരിച്ചറിവ് കിട്ടി. പക്ഷെ അവൻ എന്ത് ചെയ്തു? ഈ കിട്ടിയ അറിവ് അവൻ ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല. 30 കിലോമീറ്ററിന് പകരം 60 കിലോമീറ്റർ സ്പീഡിലാണ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുഴി ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് കാര്യമായിട്ടുള്ള ആക്സിഡൻറ്റ് സംഭവിച്ചില്ല, മോട്ടോർ സൈക്കിളൊന്നും വീണു. ഇവിടെ എന്താ സംഭവിച്ചത്? അവന് തിരിച്ചറിവ് കിട്ടി, പക്ഷെ അത് ഇംപ്ലിമെൻ്റ് ചെയ്തില്ല. അവിടെയാണ് 2 വാക്കുകൾ, ഒന്ന് നോളജും ഒന്ന് വിസ്ഡവും. എന്താ നോളജ്? തിരിച്ചറിവ്. എന്താ വിസ്ഡം? ഈ തിരിച്ചറിവ് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുക. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ ബൈബിളിലെ ഒരു ധൂർത്തപുത്രൻ്റെ കഥയുണ്ട്. അവിടെ വളരെ കൃത്യമായിട്ട് ഈ തിരിച്ചറിവും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, തിരിച്ചറിവ് കൊണ്ട് മാത്രം കാര്യമില്ല, ഈ തിരിച്ചറിവ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം. അത് തിരിച്ചറിഞ്ഞ് തിരിച്ചു വേണ്ട സ്ഥലത്ത് തിരിച്ചു വന്ന് അത് റെക്ടിഫൈ ചെയ്യണം. അപ്പോൾ നമുക്കൊരു പ്രശ്നമില്ലാണ്ട് പോകും. അല്ലെങ്കിൽ തിരിച്ചറിവ് കൊണ്ട് മാത്രം ഒരു കാര്യമില്ല, അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. അപ്പോൾ 2 വാക്കുകൾ ഓർക്കുക, നോളജും വിസ്ഡവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ബിയോണ്ട് ടെക്സ്റ്റ്. മറ്റൊരു ഐറ്റമായിട്ട് നമുക്ക് പിന്നീട് കാണാം. Thank you. Take care.